ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. ഞാൻ വന്നിരിക്കുന്നത് പുഞ്ചം പാർക്കിലേക്കാണ്. ഇതെല്ലാവർക്കും അറിയുണ്ടാവും. ഇത് ഞങ്ങളിവിടെ എടുത്താണ്. ഞങ്ങൾക്ക് ഒരു ബസ് കയറാനുള്ളൂ. ഞങ്ങളെ എടുത്ത് വന്നേരി എന്ന് പറഞ്ഞ ആ ഭാഗത്തായിട്ടാണ് ഇതുള്ളത്. ഇവിടെ എല്ലാവരും ബോർഡിംഗ് പാസ് എടുത്തുകൊണ്ടിരിക്കുകയാണ്. ഞാനിത് എടുക്കുന്നതും എഡിറ്റ് ചെയ്തിടണമൊക്കെ ഒപ്പാണ്. ഇന്നാണ് ഞാൻ ഇത് എടുത്തത്. ഇന്ന് തന്നെ ഇത് എഡിറ്റ് ചെയ്തിടുക. അതുകൊണ്ട് ചെറിയ ക്ഷീണം കാണും. അപ്പോൾ ഞങ്ങൾ ഇത് ബോർഡിംഗ് പാസ് എടുത്ത് ഉള്ളിൽ കയറിയിട്ടുണ്ട്. വന്നപ്പോൾ തന്നെ ആ വണ്ടി പോലത്തെ സാധനത്തിന്മേൽ കയറി. പിന്നെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ കയറി. ഇവിടുത്തെ കളിക്കണമൊക്കെ കണ്ടപ്പോൾ എൻ്റെ കൺട്രോൾ പോയി. എൻ്റെ ഉള്ളിലത്തെ ആ കുട്ടി സ്വഭാവം ഉണർന്നു ഗായ്സ്. അപ്പോൾ ഞാൻ ഫസ്റ്റിന് കയറിയ ജമ്പ് ചെയ്യുന്ന സാധനത്തിന്മേലാണ്. ഇവിടെ വന്നപ്പോൾ കണ്ടാണ് ഈ ചിമ്പാൻസി എത്ര ശക്തി എടുത്തിട്ടാവും ഗായ്സ് ആ സ്ലൈഡ് ഫുള്ള് താങ്ങി വെക്കണത്. പാവം ചിമ്പാൻസി. അപ്പോൾ ഗായ്സ് ഞാൻ അവിടെ കണ്ടാണ് മീനിൻ്റെ കുണ്ടി കൂടെ കയറി തൊള്ളയിൽ കൂടെ ഇറങ്ങുന്നതോ. അതേപോലെ തന്നെ ഒരു ആനൻ്റെ വയറിൻ്റെ ഒരു സൈഡിൽ കൂടെ അപ്പുറത്തെ സൈഡിലേക്ക് ഇറങ്ങണം. എൻ്റെ ഉണ്ണി ഫസ്റ്റ് ഇതിമേ കയറി മീനിൻ്റെ തൊള്ളയിൽ കയറി. പിന്നെ രണ്ടുണ്ണികളും കൂടി ജമ്പ് ചെയ്യണമ കയറി. എൻ്റെ ഏറ്റവും താഴെയുള്ള ഉണ്ണി വികും നീക്കും അങ്ങനെ ഇരുന്ന്. പിന്നെ ഇവിടെ കണ്ടാണ് വഞ്ചിപ്പുര എന്ന് പറഞ്ഞ ഒരു സ്ഥലം. ഇവിടെ എന്താ ചെയ്യാന്നൊക്കെ ക്ലിയർ വെച്ചില്ല. അറിയണവർ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. ഇതിന് വഞ്ചിപ്പുര എന്ന് പേരിടാൻ കാരണം എന്താ വെച്ചാൽ ഇതിൻ്റെ ഫ്രണ്ട് ഭാഗം കാണാൻ ഫുള്ളായിട്ടൊരു വഞ്ചിൻ്റെ ഷേപ്പാണ്. ഇതിൻ്റെ ഫ്രണ്ട് ആ വഞ്ചിൻ്റെ അതേ സ്റ്റിയറിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഫാമിലി ആയിട്ട് വന്നാൽ വട്ടത്തിരുന്ന് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ ഉണ്ട്. പോരാത്തതിന് ഫോട്ടോഷൂട്ടിന് പറ്റിയ നല്ല സ്ഥലമാണ്. ബാക്ക്ഗ്രൗണ്ടിലൊക്കെ നിറച്ച് ഇതിൻ്റെ ബാക്കിൽ പാടായതുകൊണ്ട് ബാക്ക്ഗ്രൗണ്ടൊക്കെ നന്നായി കിട്ടും. പിന്നെ ഇവിടെ ഒരു മാവുണ്ട്. അതിൻ്റെ അടിയിൽ നമുക്ക് ഇരുന്നിട്ട് ചായയോ ഐസ്ക്രീമോ എന്തെങ്കിലും തിന്നാം. അപ്പോൾ ഞങ്ങൾ അവിടെ ഇരുന്ന് ഫസ്റ്റ് ഐസ്ക്രീം തന്നെ. പിന്നെ എൻ്റെ ഉണ്ണികളെ ഒരാഗ്രഹമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കയറണമെന്ന്. കുട്ടികളെ ആഗ്രഹം അല്ലാണ്ട് സാധിച്ചു കൊടുത്തു ഗായ്സ്. പിന്നെ അവർ കളിക്കണം നോക്കി കുറച്ച് നേരം നോക്കി നിന്ന്. പിന്നെ ഞാൻ എന്താട്ടി കുട്ടിത്തത്തെ ഒന്നും കൂടിയും പുറത്തേക്ക് എടുത്തിട്ട് ചക്ക പോലത്തെ ഞാൻ ഉറുമ്പ് പോലത്തെ ഉണ്ണിൻ്റെ ഒപ്പം സീസോമ കയറി കളിച്ച്. പിന്നെ ഓനക്ക് ഈ കോണിമൂടെ കയറാൻ വയ്യാണ്ട് ഇറങ്ങണേമ്മ കൂടെ കയറി. പിന്നെ ഞാൻ ഈ വല പോലത്തെ സംഭവത്തിന്മേൽ ചവിട്ടി കയറി. അതിൻ്റെ അപ്പുറത്തെ ഭാഗമാണ് ഗായ്സ് ഇത്. എൻ്റെ വലിപ്പമുള്ളൂ ഇത്. എന്നാലും ഞാൻ പിടിച്ചിട്ടാണ് കയറുന്നത്. വീഡിയോയിൽ കൂടെ കാണാൻ പറ്റുന്നുണ്ടാവും. എന്നെ കണ്ടിട്ട് എൻ്റെ ഉണ്ണിയും കയറി. ഇതിന്മേൽ കയറിയപ്പോൾ ഒരു രസത്തിൽ ആരായിട്ട് ഞാൻ പിന്നെ അതിന്മേൽ കൂടെ കയറി. പിന്നെ ഞങ്ങൾ അതിന്മേൽ കൂടെ കയറി ഇറങ്ങുക അങ്ങനെയായിരുന്നു കളിച്ചിരുന്നത്. പിന്നെ ഞങ്ങൾ രണ്ടാൾ വാശിയിരുന്ന് ആരാ കൂടുതലോട്ടോ ഇറങ്ങണത് നോക്കാൻ. അപ്പോൾ അങ്ങനെ വീഡിയോ ഒക്കെ എടുത്ത് അതിൻ്റെ ഇടയിൽ എൻ്റെ ഗ്രിപ്പ് പോയി. ഞാൻ എങ്ങോട്ടോ തിമ്മക്കൂടെ പിടിച്ചിറങ്ങി. നേരത്തെ ഞാൻ പറഞ്ഞ പോലെ എൻ്റെ വലിപ്പമുള്ളൂ. പിന്നെ ഞാൻ എൻ്റെ കളിക്കണത് തീർക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ ആ ജമ്പ് ചെയ്യുന്ന സാധനത്തിന്മേൽ കയറി. നല്ല ഹൈറ്റിലൊക്കെ ഇതായിട്ട് ജമ്പ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതേപോലെ തന്നെ എൻ്റെ രണ്ടാമത്തെ ഉണ്ണി പിന്നെയും അതിന്മേൽ കയറി. ഓൻ്റെ ചാട്ടം കാണാനായിരുന്നു ഗായ്സ് കോമഡി. ചാടും പോകും കണ്ണി കണ്ടാലും മേത്തക്കൊക്കെയാണ് വീകണവും ചാടണമൊക്കെ. അപ്പോൾ ഗായ്സ് ഞാൻ ലാസ്റ്റ് സ്ലൈഡുമ്മ കയറി കുഞ്ചൻ പാർക്ക് കൊണ്ട് വിട പറഞ്ഞു. എനിക്ക് നല്ല സങ്കടമുണ്ട് ഇവിടുന്ന് വരാൻ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ എത്ര ഉള്ളൂ. നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം. അതുവരേക്കും ബൈ.